ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മേദിക. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ പഠിക്കുന്നത് ബോട്ടണിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആ ബോട്ടണീൻ്റെ വെയിറ്റേജ്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഇങ്ങനെ എഴുതി. അപ്പോൾ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിന് അത്യാവശ്യം വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചെറിയ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ആദ്യമേ അങ്ങ് പഠിച്ചു തീർത്താൽ പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സിലുള്ളൂ ബാക്കി. അത് പിന്നെ ആണെങ്കിലും പഠിക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ ആദ്യം പഠിക്കാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തേക്കുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഞാൻ എടുത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം പഠിച്ചതാണ്. അപ്പോൾ ഇതൊന്നും കൂടെ റിവൈസ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതാദ്യം പഠിക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് HSS ലൈവിൽ പോയിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ ഒരു നോട്ട് ഫുള്ളൊന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തത് യൂട്യൂബിൽ പോയിട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതാദ്യം ഒന്ന് നോക്കി. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഞാനത് പോസ് ചെയ്തിട്ട് അപ്പം തന്നെ അതങ്ങ് കാണാണ്ട് പഠിക്കും. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ അത് പോസ് ചെയ്തിട്ട് അപ്പം തന്നെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പഠിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബുക്ക് തുറന്നിട്ട് ഫുൾ കാണാണ്ട് പഠിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, കുറച്ച് കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. ഇപ്പോൾ പഠിച്ചത് പിന്നെ നോക്കുമ്പോഴത്തേക്കും മറന്നു പോകും. പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ ഓർമ്മയും കിട്ടുന്നുണ്ട്, പെട്ടെന്ന് പഠിച്ച് കഴിയാനും പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മോഡൽ എക്സാമിന് മുമ്പ് ഈ ഒരു വീക്ക് ഫുൾ സ്കൂളിൽ പോകാണ്ട് വീട്ടിലിരുന്ന് പഠിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സ്കൂളിൽ പോയാണോ അതോ ഈ ഒരു വീക്ക് ഫുൾ വീട്ടിലിരുന്നാണോ എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പേ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പഠിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ രണ്ടാമത് പഠിക്കാനെടുത്തത് ഒരു ചെറിയ ചാപ്റ്ററാണ്, പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ. അപ്പോൾ അതിന് അത്യാവശ്യം വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങ് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെനിക്ക് അത്യാവശ്യം അറിയില്ലാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇന്നലെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് HSS ലൈവിൽ നിന്ന് അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് വന്നിട്ട് ഞാനതൊന്ന് വായിച്ചു നോക്കി. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മറ്റേ ഹോർമോണിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ അതാണ് കാണാണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അറിയാത്തതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അതങ്ങ് പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ചാപ്റ്ററും കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനെടുത്തത് അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അത് അത്യാവശ്യം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അതിൻ്റെ ഒരു ഒരു റിവിഷൻ ക്ലാസ് എന്തെങ്കിലും കണ്ടിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നു. പക്ഷേ ക്ലാസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറേ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. പിന്നെ എൻ്റെ ഇടയ്ക്ക് ഗസ്റ്റൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ആ ക്ലാസ് വെച്ചുകൊണ്ട് രാത്രി വരെ ഇരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 3 ചാപ്റ്ററായിരുന്നു പഠിച്ചത്. പക്ഷേ ഞാൻ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്ന ഒരു 12 hour സ്റ്റഡി ചലഞ്ച് പോലെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് വരെ നമ്മൾ അത്യാവശ്യം പ്രൊഡക്റ്റീവായി തന്നെ പഠിച്ചുകൊണ്ട് വന്നേ. അത്യാവശ്യം കുറേ മണിക്കൂറും പഠിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ അങ്ങ് ലാഗായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഈ 12 hour ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു നോർമൽ സ്റ്റഡി വ്ളോഗ് പോലെ ഇടാമെന്ന്. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ 3 ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒന്നും ആയില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു 5 days സ്റ്റഡി ചലഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ മോഡൽ എക്സാമിന് മുമ്പ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഫുൾ വേണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.